ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കില്ല എല്ലാവരും? ഗണിതം ലളിതമായി വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ വരുത്തണം, അതല്ലേ സ്പിരിറ്റ്. എന്തായാലും നമുക്ക് ലളിതമാക്കണം. ഓക്കെ, അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, പേടിയിലേതിരിക്കുക, ഗണിതത്തെ അഥവാ മാത്സിനെ സ്നേഹിക്കുക, എല്ലാം ശരിയായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് CBSE മാത്സിലത്തെ ക്ലാസ് 6 ചാപ്റ്റർ 6 ഇൻറ്റീജേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ ചാപ്റ്ററിലെ പാർട്ട് 2ലേക്ക് കിടക്കാം. ഇനി അടുത്ത എന്താണെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനുള്ള ഇത് ടെക്നിക്സ് പഠിച്ചു, എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യാനുള്ളത് പഠിച്ചു. ഇനി നമുക്ക് നമ്പർ ലൈൻ വെച്ചിട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത്, ഈ ഇൻറ്റീജേഴ്സിൻ്റെ, അതായത് -1ഉം -2 ഒക്കെ അടങ്ങിയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സും ചേർന്നിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കാം. ഇവിടെ 0 1 2 3 4 5. ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ പ്ലസ് ആണ് കേട്ടോ. +1 +3 +4 +5. അതേമാതിരി ഇവിടെ 1 2 3 4 5. ഈ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ -ഉം അല്ലേ? ഇതല്ലേ നമ്മുടെ ഇൻറ്റീജേഴ്സിൻ്റെ ഇത്. ഇങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ഇനി ഇതിൽ ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എങ്ങനെ ചെയ്യാം, ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. അത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 1 + 2 = 3 നമുക്കറിയാം. അത് നമ്മളെങ്ങനെയാണ് നമ്പർ ലൈനിൽ നോക്കുക? ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിന് എടുത്തിട്ട് 2 ആഡ് ചെയ്യാൻ 2 പ്രാവശ്യം ജമ്പ് ചെയ്യണം. 1 2, അപ്പോൾ എവിടെ എത്തണു? 3-ലെത്തുന്നു. അത് തന്നെയാണ് ആൻസർ. ഇത്രയും മെത്തേഡേ ഉള്ളൂ. അതായത് ആഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ 4 - 3. ഈ 4 - 3 എത്ര നമുക്കറിയില്ലേ? എത്രയാണ്? 1 വരും. അതായത് +1 തന്നെ. അപ്പോൾ ഇവിടെ 4ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ലെഫ്റ്റിലേക്ക് പോകണം, ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്ത് പോകണം. ആഡ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ 4 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 3 അല്ലേ? അപ്പോൾ 3 ടൈംസ് ജമ്പ് ചെയ്യണം. 4ൽ നിന്ന് ജമ്പ് ചെയ്യണം. 1 2 3. അപ്പോൾ എത്രയുണ്ട്? 1. സെയിം ആൻസർ കണ്ടോ? ഇത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ മൈനസ് നമ്പറിൻ്റെ റൂള് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ -3 + 4 എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ -3 ഇവിടെ കിടക്കണം കേട്ടോ. -3 + 4 എന്ന് പറഞ്ഞാൽ റൂൾ എന്താണ്? 2 ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ ഉള്ള റൂള്, ആ ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുക, ലാർജർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ 2 ഇൻറ്റിജറിൽ ഒരു ഇൻറ്റിജർ നെഗറ്റീവാണ്, -ആണ്. അപ്പോൾ നമുക്ക് ഈ റൂള് പ്രയോഗിക്കാം. അപ്പോൾ ഇൻറ്റിജേഴ്സ് തമ്മിൽ ഡിഫറൻസ് 3ഉം 4ഉം ഡിഫറൻസ് എന്താ? 4 - 3 = 1. എന്നിട്ട് എന്ത് ചെയ്യണം? ലാർജർ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. ഇതിൽ 3 ആണോ 4 ആണോ വലുത്? 4 ആണോ വലുത് അല്ലേ? അപ്പോൾ 4ൻ്റെ സൈൻ എന്താ? +ആണ്. അപ്പോൾ +1 ആൻസർ കിട്ടി. ഇത് തന്നെ നമുക്ക് നമ്പർ ലൈൻ വെച്ച് നോക്കാം. റൂളൊക്കെ സെയിം തന്നെ. നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് പോവുക, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്ക് പോകും. ഇത് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ -3 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. -3 ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? റൈറ്റിലേക്ക് പോകണം ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര പോകണം? 4 ജമ്പ് പോകണം അല്ലേ? അപ്പോൾ -3 നിന്ന് 4 ജമ്പ്. ഇതാ 1 2 3 4 ജമ്പിൽ ഇത് +1 എത്തി. കണ്ടോ? +1 എത്തിയില്ലേ? അപ്പോൾ ഇത് തന്നെ ആൻസർ. ഇത്രയുള്ള വളരെ സിമ്പിളാണ്. ഇനി വേറൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. എന്താണ് ഈ അഡിറ്റീവ് ഇൻവേഴ്സ്? ഒന്നുമല്ല, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ
ആ നമ്പറിനെ വേറെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 ആൻസർ കിട്ടുന്നതാണ്. അത്രയും നമ്മൾ ബുദ്ധിമുട്ടി പോകണ്ട. അപ്പോൾ 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും? -3 അല്ലേ? നമ്മുടെ റൂൾ പ്രയോഗിക്കാം. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആകുമ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണുക, ലാർജർ നമ്പറിൻ്റെ സൈൻ കാണാം. 3യും ഡിഫറൻസ് 0 ആണ് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഏതെടുത്ത് കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇപ്പോൾ -7 എന്ന് വന്നു, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് +7 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു നമ്പർ മൈനസ് ആകുമ്പോൾ റൂൾ എന്താണ്? രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് കണ്ടെത്തി ലാർജർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. രണ്ടിൻ്റെ ഡിഫറൻസ് എന്താ? 7ഉം 7 മൈനസ് ഡിഫറൻസ് 0. അപ്പോൾ ഇവിടെ 0 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് പറയും? 3 + 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സാണ് -3. -7ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ് 7 +7. ഇത്രയേ ഉള്ളൂ. ഇതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. പക്ഷേ ഈ അഡിറ്റീവ് ഇൻവേഴ്സിനോട് കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ രണ്ട് നമ്പർ മൈനസ് ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ. 4 - 7 എത്രയാണ്? 4ൽ നിന്ന് -7 പോയാൽ -3 ആണ് ആൻസർ കിട്ടുക അല്ലേ? 4ൽ നിന്ന് 4 പോയാൽ 0, പിന്നെയും ഒരു 3 കൂടി പോകണം, -7 ആവാൻ. അപ്പോൾ -3 ആൻസർ കിട്ടും. ഈ -3 എന്നുള്ള ആൻസർ നമ്മൾ വേറെ രീതിയിലും കണ്ടെത്താൻ പറ്റും. എന്താണെന്നറിയോ? അതിനെന്താ പറയണമെന്ന് പറഞ്ഞാൽ, to subtract an integer from another integer, it is enough to add the additive inverse of the integer that is being subtracted to the other integer. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജറിൽ നിന്ന് വേറെ ഇൻറ്റിജർ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടാമത്തെ ഇൻറ്റിജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആദ്യത്തെ ഇൻറ്റിജറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയാവും എന്നാണ് പറയണത്. ഇപ്പോൾ ഇത് നോക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കോമൺ സെൻസ് വെച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ പറയുന്ന റൂൾ പ്രകാരം നോക്കാം. ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ -7 അല്ലേ ഉള്ളത്? അല്ല, ഇത് 7 നിൽക്കുന്നു. ഈ 7നെ -7 ആക്കി ആഡ് ചെയ്യുക. 4 + -7. ആദ്യത്തെ നമ്പർ 4, ആദ്യത്തെ ഇൻറ്റിജർ. രണ്ടാമത്തെ ഇൻറ്റിജർ 7. ഈ 7 സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം 7ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -7. -7 ആഡ് ചെയ്യുക. ഇവിടെ -1 വന്നു, ഇവിടെ +1 വന്നു. പക്ഷേ വ്യത്യാസം, ഇത് ആദ്യം 7 പോസിറ്റീവ് ആയിരുന്നത് ഇവിടെ നെഗറ്റീവായി അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ കിട്ടും നോക്കാം. ഇതേ ആൻസർ കിട്ടും നോക്കാം. 4 + 7 ആകുമ്പോൾ എന്താണ് നമ്മുടെ റൂള്? ഒരെണ്ണം മൈനസ് ആകുമ്പോൾ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് കണ്ടെത്തുക, ലാർജർ നമ്പറിന് സൈൻ കൊടുക്കുക. അപ്പോൾ 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. ഇതിൽ ലാർജർ നമ്പർ എന്താ? 7 അല്ലേ? അപ്പോൾ 7ൻ്റെ സൈൻ എന്താണ്? മൈനസ്. ഇതാ ഇത് രണ്ടൊന്നല്ലേ? അപ്പോൾ നമുക്ക് ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കാനുള്ളൊരു വിദ്യ ഇതാണ്. എന്താണ്? അഡിറ്റീവ് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ മൈനസിൻ്റെ നമ്പർ, ഒരു വലിയ നമ്പറാണെന്ന് വിചാരിക്കുക. 7 - 4. ആൻസർ വളരെ ക്ലിയർ അല്ലേ? 3. ഇത് ഈ 7 - 4 ഇങ്ങനെ കാണുന്നതിന് പകരം 7ൻ്റെ കൂടെ ഈ 4ൻ്റെ അഡിറ്റീവ് ആഡ് ചെയ്താൽ മതി. എന്ത്? 4 അല്ല, -4 ഉണ്ടോ? അപ്പം എന്ത് വരും? 7ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3. ലാർജർ നമ്പർ ഏതാണ്? 7 ആണ്. അപ്പോൾ 7ൻ്റെ സൈൻ എന്താ? പ്ലസ് ഉണ്ടോ? ഇതാണ് ഈ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ടുള്ള കൂടെ. അപ്പോൾ ഏത് നമ്പറും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ റൂള് ആലോചിച്ചാൽ മതി. അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യണം. -3 - -4. ഇതിൻ്റെ ആൻസർ എന്താവും? ഈ റൂൾ നമുക്ക് ഉപയോഗിക്കാം. അതായത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം എന്താണോ സബ്ട്രാക്ട് ചെയ്യുന്നത് ആ ഇൻറ്റിജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ -3 അങ്ങനെ തന്നെ നിൽക്കട്ടെ. -3 സബ്ട്രാക്ട് ചെയ്യുന്നതിന് ആഡ് ചെയ്യുക. പിന്നെ എന്ത് വേണം? ഈ ഭാഗത്ത് നിന്നൊക്കെ ഇൻറ്റിജർ ഇപ്പോൾ -4 അല്ലേ? -4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? +4. അപ്പോൾ ഇവിടെ
+4. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വരുമ്പോൾ ഫൈൻഡ് ദ ഡിഫറൻസ്. 4ഉം 3ഉം ഡിഫറൻസ് 1. ലാർജർ നമ്പർ ഏതാണ്? 4. അപ്പോൾ അതിൻ്റെ പ്ലസ് കിട്ടി. +1 ആണ് ഇതിൻ്റെ ആൻസർ വരിക അല്ലേ? -3 + 4 +1 ആൻസർ വരും. നമുക്ക് ഈ നമ്പർ ലൈനിൽ നിന്ന് ഇട്ട് നോക്കാം. ഇവിടെ -3യിൽ നിന്ന് -4 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ നമ്പർ ലൈൻ മെത്തേഡ് ആണെങ്കിൽ -3 ഇത് അവിടെ കിടക്കണം, ഇതല്ല. -3 ഇതാ ഇവിടെ ഉണ്ട് അല്ലേ? ഈ -3യിൽ നിന്ന് -4 സബ്ട്രാക്ട് ചെയ്യണം. വെറും 4 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? സബ്ട്രാക്ഷൻ എപ്പോഴും ലെഫ്റ്റിലേക്കാണ്, അഡീഷൻ എപ്പോഴും റൈറ്റിലേക്കാണ്. അപ്പോൾ ഈ -3യിൽ നിന്ന് വെറും +4 ആണ് മൈനസ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുമായിരുന്നു. പക്ഷേ +4 അല്ല, -4 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് അല്ലേ വരിക? +4 ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം, -4 ആണെങ്കിൽ റൈറ്റിലേക്ക് പോകണം. അപ്പോൾ -3യിൽ നിന്ന് 4 സ്റ്റെപ്സ് റൈറ്റിലേക്ക് പോകണം. 1 2 3 4 അതാ കിട്ടി. എന്താ ഇത് ആൻസർ കിട്ടി? മനസ്സിലായില്ലേ? ഇപ്പോൾ അതുമാതിരി ഇനി വേറൊരു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഫൈൻഡ് ദ നമ്പർ 4 more than -1. ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് 4 more than -1. അപ്പോൾ ഈ മോർ ദാൻ വരുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് പോകണം. -1ൽ നിന്ന് 4 more than 1 2 3 4. ആൻസർ ഈസ് 3 +3 അല്ലേ? പിന്നെ -1ൽ നിന്ന് 2 ലെസ് ദാൻ നമ്പർ എന്താണ്? അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം. 1 2 -3 ആണ് അതിൻ്റെ ആൻസർ വരിക. പിടി. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് നമ്പേഴ്സ് ആഡും സബ്ട്രാക്റ്റും ചെയ്ത് നോക്കാം. ഈ എല്ലാ റൂളും പ്രയോഗിച്ച്. ആദ്യത്തെ എന്താണ്? 3 + 7. വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ സൈൻ എന്താണ്? 3. അത് പ്ലസ് എന്നാണ് കേട്ടോ. +3 + 7. നമ്മൾ സാധാരണ ഇതിൽ പ്ലസ്സിന് നമ്മളത് ഇഗ്നോർ ചെയ്യും. മൈനസ് ആണെങ്കിൽ മാത്രം കാണിക്കുക, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് പ്ലസ് ആണെന്ന്. അപ്പോൾ 3 + 7. 3യുടെ കൂടെ 7 ആഡ് ചെയ്ത് എന്താ കിട്ടുക? എനിബഡി? സിമ്പിൾ അല്ലേ? ആരാണ്? ആരതി പറയും? 10. കറക്റ്റ്. ഇത്രയേ ഉള്ളൂ, 10. പിന്നെ 3 - 7. 3 - 7 ആകുമ്പോൾ നമ്മൾ സാധാരണ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്താ ചെയ്യുക? ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവാണ് വരിക അല്ലേ? ഇത് വലിയ നമ്പർ. അപ്പോൾ 7 - 3 ആയിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റും അല്ലേ? 7 -4 അത് പോസിറ്റീവ് വരും. പക്ഷേ ചെറിയ നമ്പർ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ വിൽ ഓൾവേസ് ബി മൈനസ്. അപ്പോൾ ഇവിടെ 3 - 7 എന്നുള്ളത് അതിൻ്റെ ഡിഫറൻസ് എന്താ? 4 -4 ആയിരിക്കും. പക്ഷേ നമ്മുടെ റൂൾ പ്രകാരം നമുക്ക് പോവാം. റൂൾ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ഒരു ഇൻറ്റീജറിൽ നിന്ന് വേറെ ഇൻറ്റീജർ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഇൻറ്റീജറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3യുടെ കൂടെ രണ്ടാമത്തെ ഇൻറ്റീജർ എന്താണ്? 7. +7 ആണത്. ഈ +7ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -7. -7 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക. സബ്ട്രാക്ഷന് പകരം അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക അല്ലേ? പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ഗ്രേറ്റർ നമ്പർ. ഡിഫറൻസ് ഫൈൻഡ് ചെയ്തു. 7 3 4. അപ്പോൾ ലാർജർ നമ്പർ എന്താണ്? 7. 7 എന്താ സൈൻ? മൈനസ് ആണ്. മൈനസ്. നേരത്തെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചാതെ ആൻസർ കിട്ടി -4 അല്ലേ? ഇനി അടുത്ത് നോക്കാം. -3 + 7. സിമ്പിൾ. നമുക്ക് വേറെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ റൂള് പ്രയോഗിച്ചാൽ മതി. ഫൈൻഡ് ദ ഡിഫറൻസ് 7 - 3 4. ദെൻ ലാർജർ നമ്പറിൻ്റെ സൈൻ. ലാർജർ നമ്പർ എന്താണ്? 7 അല്ലേ? ഈ 7ൻ്റെ സൈൻ എന്താണ്? പ്ലസ്. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ് സൈന്. അപ്പോൾ 7ൻ്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട്
ആൻസർ വിൽ ബി +4 അല്ലേ. ഇനി അടുത്ത് നോക്കാം. 3 + -7. ഇതിൽ ഏത് റൂളാണ് വരിക? രണ്ട് ഇൻറ്റിജറിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ മൈനസ് ആയാൽ ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ലാർജർ നമ്പർ. ഫൈൻഡ് ദ ഡിഫറൻസ് 7 3 4 ഇട്ടു. ലാർജർ നമ്പർ ഏതാണ്? 3യും 7ഉം കൂടി എടുക്കുമ്പോൾ 7 ഈസ് ദ ലാർജർ നമ്പർ. അതിൻ്റെ സൈൻ എന്താണ്? മൈനസ് ഇട്ടു. -4. അടുത്തത് -3 + -7. ഇതിനെന്താ റൂള്? രണ്ട് ഇൻറ്റിജറിൽ ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആകുമ്പോഴാണ് ഈ ഫൈൻഡ് ദ ഡിഫറൻസും പുട്ടിങ് ദ സൈൻ ഓഫ് ദ ലാർജർ നമ്പറൊക്കെ വരുന്നത്. രണ്ടും മൈനസ് ആണെങ്കിൽ ഒന്നും ആലോചിക്കില്ല, രണ്ടും പ്ലസ് ആണെങ്കിൽ ഒന്നും ആലോചിക്കില്ല, രണ്ടും മൈനസ് ആണെങ്കിൽ ഒന്നും ആലോചിക്കില്ല. ആഡ് ചെയ്യുക, ആ സൈൻ എഴുതുക, അത്രയേ ഉള്ളൂ. -3 + -7 ആഡ് ചെയ്തു, 10 എന്ന് കിട്ടി, അതിൻ്റെ സൈന് -1 ഇട്ടു, കഴിഞ്ഞ കാര്യം. ഇനി അടുത്തതാണ് ഇത് ഒരു നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. -3 - -7 രണ്ട് നമ്പർ മൈനസുമാണ്, അഡീഷൻ തൊട്ട് അല്ലേ, സബ്ട്രാക്ഷനാണ്. അപ്പോൾ ആദ്യം സബ്ട്രാക്ഷൻ്റെ റൂള് നോക്കുക. ആദ്യത്തെ നമ്പർ അങ്ങനെ തന്നെ നിർത്തി -3, പിന്നെ സബ്ട്രാക്ഷൻ്റെ സ്ഥാനത്ത് പ്ലസ് ഇട്ടു. പിന്നെന്താ വേണ്ടത്? അഡിറ്റീവ് ഇൻവേഴ്സാണ് സെക്കൻഡ് നമ്പറിൻ്റെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ -7 ആണ് സെക്കൻഡ് നമ്പർ, അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് +7 ആഡ് ചെയ്യണം. അപ്പോൾ പിന്നെ അഗെയിൻ മറ്റേ റൂൾ വന്നു. രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ലാർജർ നമ്പർ. അപ്പോൾ ഫൈൻഡ് ദ ഡിഫറൻസ് 7 3 4 ഡിഫറൻസ് വന്നു. അപ്പോൾ ലാർജർ നമ്പർ ഏതാ? ലാർജർ നമ്പർ ഏതാണ്? പ്ലസ് അല്ല, ലാർജർ നമ്പർ ഏതാ? 7. അപ്പോൾ 7ൻ്റെ സൈൻ ഏതാ? പ്ലസ്. അപ്പോൾ +4 ഈസ് ദ ആൻസർ. ഒരുവിധം പിടികിട്ടിയില്ലേ? ഇനി നമ്മൾ വീട്ടിൽ നിന്നിട്ട് പ്രാക്ടീസ് നമ്മുടെ തലയിലേക്ക് തന്നെ ആയിക്കോളും. ഗണിതം ലളിതമായി വരികയും ചെയ്യും. ഓക്കെ, ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യണം. അതുമാതിരി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോ വേറെ ഫാമിലികളിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സിൽ താല്പര്യമുള്ള കുട്ടികളുള്ള ഫാമിലിയിൽ നിന്ന് അവരോടൊക്കെ പറഞ്ഞ് അവരെയും കൂടിയും ഈ ക്ലാസ്സിലേക്ക് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ് വലുതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.